ചെയ്യാതെ കിടക്കയിൽ കുറെ നേരം വെറുതെ കിടക്കുക, അതൊരു ചികിത്സയാണത്രേ. വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്ത് കിടക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഈ വർഷം കൂടുതൽ ട്രെൻഡിംഗ് ആയ സെൽഫ് കെയർ വിദ്യകളിൽ ഒന്നായ തെറപ്യൂട്ടിക് ലേസിനെസ് അഥവാ മടിപിടിച്ചിരിക്കൽ ചികിത്സയാണത്. വിശ്രമത്തിൽ പോലും പ്രൊഡക്റ്റീവ് ആയിരിക്കുകയെന്ന ആധുനിക കാല മുദ്രാവാക്യത്തിന്റെ നേർ വിപരീതമാണിത്. ഇടയ്ക്കിത് പരിശീലിക്കുന്നത് മനസ്സിനെ റീചാർജ് ചെയ്യാനുള്ള മികച്ച വഴിയാണെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ അവകാശപ്പെടുന്നത്. അതേസമയം പണിയെടുക്കാൻ ഒട്ടും മനസ്സില്ലാത്ത വിയർപ്പിന്റെ അസുഖമുള്ളവർ ഇതൊരു അവസരമായി കാണുകയുമരുത്. എന്താണ് തെറാപ്യൂട്ടിക് ലേസിനെസ്? വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്ത് എല്ലാ വേഗതയും കുറച്ച് വിശ്രമത്തിലൂടെ മാനസിക വൈകാരിക സൗഖ്യം കൈവരിക്കുന്ന വിദ്യയാണിത്. മടിപിടിച്ചിരിക്കൽ ചികിത്സയുടെ ഭാഗമായ വിശ്രമവും വിനോദവും ടൈം ടേബിൾ തെറ്റിക്കലും സർഗാത്മകതയെ ഉണർത്തുമെന്നും ഇതിന്റെ പ്രചാരകർ ചൂണ്ടിക്കാട്ടുന്നു. കുറ്റബോധം ഒന്നുമില്ലാതെ മനസ്സിന് ബ്രേക്ക് നൽകാനും വിശ്രമിക്കാനും തെറാപ്യൂട്ടിക് ലേസിനെസ് നമുക്ക് അവസരം നൽകുമെന്നാണ് ന്യൂഡൽഹിയിലെ സീനിയർ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കദം നാഗ്പാൽ വിശദീകരിക്കുന്നത്. മെഡിറ്റേഷൻ, എക്സസൈസ് തുടങ്ങിയവയ്ക്ക് നമ്മുടെ സജീവ പങ്കാളിത്തം വേണമെന്നിരിക്കെ തെറാപ്യൂട്ടിക് ലേസിനെസ് പരിപൂർണ വിശ്രമമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും അവഗണിക്കാനുമുള്ള ഉപായമായി തെറാപ്യൂട്ടിക് ലേസിനെസിനെ കാണാൻ പാടില്ല. ഒന്നും ചെയ്യാതിരിക്കുകയും എന്നാൽ ആ സമയം വെറുതെ കളഞ്ഞുവെന്ന് കുറ്റബോധം ഇല്ലാതിരിക്കുകയും ചെയ്യുക. ജോലി ചെയ്ത് തളരുന്നതിന് തൊട്ടു മുമ്പ് ബ്രേക്ക് എടുക്കുക. മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾക്ക് പകരം ആകസ്മികമായ കാര്യങ്ങൾക്ക് കൂടി ഇടം നൽകുക. ഉൽപാദനക്ഷമം എന്ന ലേബലിൽ വരാത്ത വിനോദത്തിനു വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന് നോവൽ വായന, ഉറക്കം തുടങ്ങിയവ. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ ദിവാസ്വപ്നം കണ്ടിരിക്കുക. ഇവയൊക്കെ തെറാപ്യൂട്ടിക് ലേസിനെസിന്റെ ചില ഉദാഹരണങ്ങളായി പറയാം.